ത്യാഗത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ബലിപ്പെരുന്നാളിൻ്റെ പുണ്യദിനത്തിൽ ഇന്ന് ഖയാലിൻ്റെ പുതിയ പ്രത്യേക അധ്യായമാണ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി മറ്റാരുമല്ല, സുന്ദരനും സുമുഖനുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മനോജ് കെ ജയൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഈദിൻ്റെ ഈ പുണ്യദിനത്തിൽ മനോജേട്ടനെ തന്നെ നമുക്ക് ഇവിടെ കിട്ടി. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ചില ഈദിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈദ് മുബാറക്. ഈ ഏറ്റവും നല്ല ദിവസത്തിലൂടെ മഞ്ചരിയുടെ ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം, മീഡിയ വണ്ണിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ വരാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. അപ്പം പ്രേക്ഷകർക്കറിയാം മനോജേട്ടൻ ഒരു നല്ല ഗായകൻ കൂടിയാണ്. അപ്പം മനോജേട്ടൻ്റെ ചില നമ്മുടെ ഗസലുമായിട്ട് സാമ്യത തോന്നുന്ന ഗാനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കും. അങ്ങനെയല്ല, ഒന്നാമത് മഞ്ചരിക്കറിയാം, എൻ്റെ കുടുംബം ഒരു ശാസ്ത്രീയ സംഗീത കുടുംബമാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഈ കർണാടക സംഗീതത്തിൻ്റെ അന്തരീക്ഷമാണ് കേട്ടിട്ടുള്ളത്. അവർ സഹവസിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനത്തെ ആൾക്കാർ. ചെമ്പൈ സ്വാമി വീട്ടിൽ വന്ന ഓർമ്മ എനിക്കുണ്ട്, ബാലമുരളീധരൻ സാർ വീട്ടിൽ വന്ന ഓർമ്മയുണ്ട്. അപ്പോൾ കൂടുതലും കച്ചേരികളൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്, ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം അല്ലാതെ വെറുതെ കേൾക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടിക്കാലം കഴിഞ്ഞൊരു സ്കൂൾ ടൈം ഒരു 9th 10th സമയങ്ങളിലൊക്കെ ബാബുക്കയുടെ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഇത് വേറൊരു ഐറ്റമാണല്ലോ, കാരണം അതിൻ്റെ അകത്ത് വേറെ ദേവരാമാഷ് ചെയ്യാത്ത, സ്വാമികൾ ചെയ്യാത്ത വേറെ ഒരു ഈണം, ഒരു ഇശലൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആകർഷണമായി. അങ്ങനെയുള്ള ഒരുപാട് നല്ല പാട്ടുകൾ, അകലെ അകലെ, പ്രാണസഖി, അല്ലേ,
ഇന്നലെ മയങ്ങുമ്പോൾ, അനുരാഗ ഗാനം പോലെ, ഇങ്ങനെയൊക്കെയുള്ള എത്ര മനോഹരമായ, എനിക്കത് മലയാളത്തിനൊരു ഗസൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അനുരാഗ ഗാനം പോലെ എന്നുള്ള ഗാനമായിരിക്കാം അല്ലേ. അത്രയധികം മനോഹരമായ കോമ്പോസിഷനാണ്. അത് ഹിന്ദുസ്ഥാനി കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് അതിമനോഹരമാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് ഗസൽ സംഗീതം എന്ന് പറയാൻ അങ്ങനെ അധികം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നല്ലൊരു ആസ്വാദകനാണ്, നല്ലൊരു കേൾവിക്കാരനാണ് എല്ലാ കാലത്തും. ഈദെന്ന് പറയുമ്പോൾ ഒരു ത്യാഗത്തിൻ്റെ